19 സങ്കീർത്തനം 169 മുതൽ 176 വരെ വായിക്കുന്നത് നമ്മൾ വായിച്ചു തുടങ്ങുക. യഹോവേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എന്റെ അധരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ. നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കയാൽ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. നിന്നെ സ്തുതിക്കേണ്ടതിന് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. അടിയനെ അന്വേഷിക്കണമേ. നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാൻ സമർപ്പണത്തിന്റെ ഭാഗമായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കർത്താവിൽ നിന്നും പ്രാപിക്കുവാനായുള്ള മനസ്സിന്റെ ഭാഗമായി നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലം ഉയർത്തി ഈ കരങ്ങളിൽ കർത്താവെ നീ തന്നെങ്കിലേ ഉള്ളൂ എന്ന് സമ്മതിച്ചുകൊണ്ട് അങ്ങയെപ്പോലെ യോഗ്യൻ ആരുമില്ല എന്ന് പറഞ്ഞ നാമത്തെ ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുത്തുവാൻ ഞാൻ നിന്റെ ദാസൻ, ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ള സമർപ്പണമായി ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്കിന്ന് പകൽക്കാലം ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്നു. വ്യക്തിപരമായും കുടുംബമായും സഭയായി അനേക വൈതരണികളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. വൈഷമ്യമേടുകൾ നമ്മുടെ ജീവിതയാത്രയിലുണ്ടായി. പദവിയിൽ നിന്ന് തള്ളിയിടുവാൻ ശ്രമിക്കുന്ന ശക്തികൾ നമുക്കെതിരെ ഉണ്ടായിരുന്നു. ഒരു ശേഷിപ്പ് പോലും കാണാൻ പാടില്ല. ആ ശേഷം മുടിച്ചു കളയണം. അങ്ങനെയൊക്കെ ശത്രു വിചാരിച്ചെങ്കിലും അനുവദിക്കാതെ നിർത്തുന്ന ദൈവകൃപയ്ക്കായി ഇന്ന് പകൽക്കാലം ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കഞ്ഞിക്കുഴി ദൈവസഭയെ കുറിച്ച് ദൈവത്തിന് എന്താണ് പദ്ധതി, അത് നിവർത്തിച്ചെടുക്കുവാൻ നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അനുഗ്രഹീതരായ ദൈവദാസന്മാരെ ദൈവം നമ്മുടെ മധ്യേ അയച്ചിട്ടുണ്ട്. വടക്കേണ്ടിയുടെ പ്രദേശങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ 2 പേരാണ് ഇന്നിവിടെ ഉള്ളത്. ദൈവദാസന്മാർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. അവരിൽ കൂടെ കർത്താവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. നന്ദി കർത്താവ്. താങ്ക് യു മാസ്റ്റർ. ഹല്ലേലൂയ. യെസ് ജീസസ്. ഓ നന്ദി കർത്താവ്. യേശുവേ. Oh Lord Jesus, amen. Master, we thank thee, Lord. Hallelujah. Amen. Amen. Pidave. Jesus, amen. Hallelujah. Amen. Jesus. Amen. എല്ലാവർക്കും ഇരിക്കാം. കർത്താവിന്റെ ഏറ്റവും വലിയ നാമം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഒരു സഭായോഗം കൂടെ ദൈവം നമുക്ക് ഭൂമിയുടെ പരപ്പിൽ അനുവദിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ഞാൻ നിങ്ങളുടെയൊക്കെ ഇരിപ്പ് നോക്കിയായിരുന്നു. കുട്ടികളൊക്കെ വളരെ അച്ചടക്കത്തോടെ നൂല് പിടിച്ചിരുത്തിയിരിക്കുന്ന പോലെ ഇരിക്കുന്ന. ഇടയ്ക്കൊരു ചെറിയ ഇതുണ്ട്, അത് അങ്ങനെ അഡ്ജസ്റ്റ് ആയിക്കോളും. അതൊക്കെ വളരെ സന്തോഷം. എനിക്ക് ആദ്യം 1-2 കാര്യങ്ങൾ പൊതുവിൽ എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സൺഡേ സ്കൂളിൻ്റെയും YP-യുടെയും സോണൽ തലത്തിലുള്ള 1 ഡേ കോൺഫറൻസ് ഇവിടെ നടന്നു. വളരെ പ്രത്യേകാൽ സൺഡേ സ്കൂളിൻ്റെ ആ പ്രോഗ്രാം വളരെ അനുഗ്രഹമായിരുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ മാസ്റ്റർ വളരെ അതിനായിട്ട് ബന്ധപ്പെട്ടത് എനിക്കറിയാം. അദ്ദേഹത്തോടൊപ്പമായിട്ട് സൺഡേ സ്കൂൾ അധ്യാപകര്, പിന്നെ ഈ സഭയിലെ കുഞ്ഞുങ്ങളൊക്കെ അരുളി ചെയ്യണമേ എന്നുള്ള മനസ്സോടെയാണ് 3 പേരെ വിഷയം പ്രാപിച്ചു. വെരി ഗുഡ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം കുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാൻ അവർ നോക്കിയിരിക്കുക. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവർക്ക് താങ്ങാനാവാത്ത വെയിറ്റുള്ള പാത്രമൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകുന്നു. അതോ കൊണ്ട വെച്ചിട്ട് അവിടെ നിൽക്കുകയല്ല, പിന്നെയും വരിക, ഇനിയും എടുക്കാൻ പാത്രമുണ്ടോ, ആ മട്ടിലാ. നിങ്ങൾ ഈ സഭയിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ വളരെ സ്തുതിക്കുന്നു. നിങ്ങൾ ഈ സഭയുടെ പ്രതീക്ഷകളാണ്. നമ്മുടെ സഭയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഭൗമിക നന്മകളൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ദിവസം ചെയ്സ് പാസ്റ്ററുടെ ക്ലാസ് നടന്നപ്പോൾ ആദ്യത്തെ ദിവസം ആ വീഡിയോ ക്യാമറയിലേക്ക് എടുത്തത് കണ്ട 2 കുഞ്ഞുങ്ങളുടെ മനസ്സങ്ങ് അലിഞ്ഞു. ഈ കഞ്ഞിക്കുഴി സഭയിലാണോ ഇങ്ങനെ? പണ്ടത്തെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഓർമ്മയിലുണ്ട്, നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിലും. അന്ന് അവർ പോയി അവരുടെ അമ്മയ്ക്ക് സ്വസ്ഥത കൊടുക്കാതെ, എന്നിട്ട് ATM-ലല്ല പോയത്, അവരുടെ കയ്യിൽ അവരുടെ ATM അവർ നിക്ഷേപിക്കുന്ന നിക്ഷേപപാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് ഒരു സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവച്ചു. ആ കുഞ്ഞുങ്ങളുടെ ആരും പറയാതെ സഭയുടെ ആവശ്യം കണ്ട് പ്രവർത്തിച്ച ആ മനസ്സ് വലുതാണ്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഒരു സാക്ഷി വേറൊരു സാക്ഷിയെ ഉളവാക്കും. അത് കണ്ടപ്പോൾ നമുക്കൊരു വാക്യം ക്ലീനറും എത്തി. പക്ഷെ ഇവരാരും പേര് പറയരുന്ന് എന്നോട് 144 പ്രഖ്യാപിച്ച് കർശനമായി പറഞ്ഞുകൊണ്ട് പേര് പറയുന്നില്ല. എനിക്ക് പേരെന്റെ മനസ്സിൽ അങ്ങനെ തിങ്ങുകയാണ്. അപ്പൊ സഭയുടെ ആവശ്യങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ കൂട്ടായ്മകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ഉള്ള ദിവസങ്ങളിൽ ഈ സഭ ദൈവത്തിന്റെ സഭയാണ് അൾട്ടിമേറ്റ്ലി. പിന്നെ നിങ്ങളുടെ സഭയാണ്. ഞാനൊക്കെ ഇവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. ഒന്നുകിൽ മുകളിലോട്ട് പോകും, അല്ലെ വേറെ ഇടത്തോട്ട് പോകും, എവിടെയെങ്കിലും പോകും. അപ്പൊ നിങ്ങളുടെ സഭയാണ്. ഈ സഭ വളരെ നന്നായിട്ടിരിക്കണം. അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലോ. ഈ സഭയിലെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ടാലന്റഡ് ആയ കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഇന്ന് പകലിൽ നമ്മുടെ സിസ്റ്റർ ജെയിൻ്റെ ഹസ്ബൻഡ് ബാബുബ്രദറിനോട്, നമ്മുടെ ആരാധനയിൽ കുഞ്ഞുങ്ങൾക്ക് നാം ഇപ്പോൾ കിഡ്സ് ഡിവോഷൻ എടുക്കാറുണ്ട്, ഒരല്പം കൂടെ കിഡ്സിന്റെ വർഷിപ്പായിട്ട് ഒരു സെഷൻ, അത് ഇന്ന് അദ്ദേഹം അതിന്റെ ആ മെത്തേഡുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ നമുക്ക് തരാമെന്ന് പറഞ്ഞ് പല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ കയറ്റിയെങ്കിലും എങ്ങനെയോ അതിന്റെ മെമ്മറി അങ്ങ് തട്ടിപ്പോയെന്നാ പറഞ്ഞ. അപ്പൊ അത് ഇനിയും നന്നാക്കി എടുക്കണം. അല്ലെങ്കിൽ ഇന്ന് അത് നടന്നതിന് അടുത്ത ആഴ്ചയിൽ അദ്ദേഹം വരും. ഇനിയിപ്പം കിഡ്സിന്റെ ഒരു വർഷിപ്പ് കൂടെ, നല്ല നല്ല കൊച്ചു കൊച്ചു കോറസുകളൊക്കെ ഇപ്പം നമ്മൾ പാടിയ പാട്ടൊക്കെ നിങ്ങൾ പാടിയെങ്കിലും ഞങ്ങൾ ആസ്വദിക്കുന്ന അത്ര നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഒക്കത്തില്ല. വേഗം ഞാൻ ഇനിയും വരുമെന്ന് ചൊന്ന് ഉലകം വെടിഞ്ഞ നേതാവ് യേശു താനാരുമല്ല ഇതുപോലെ, ഇതൊക്കെ പാടിയാൽ കുഞ്ഞുങ്ങൾക്ക് അത്രയും ആസ്വദിക്കാൻ ഒക്കുന്നില്ല എന്ന് എൻ്റെ മുൻവിധിയാണോ എന്തോ, അങ്ങനെ എഴുതുന്നുണ്ട്. അപ്പം നല്ല നല്ല കോറസുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ ഒരു അല്പസമയം നിങ്ങൾക്ക് തരികയോ, വേറെ ആരും ഇങ്ങനെ ചെയ്യത്തില്ല കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പം നിങ്ങൾ ഈ സമയമൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾ ആത്മീയരായി വളരാൻ, പഠിച്ച് വലുതായി നല്ല ജോലിയൊക്കെ കിട്ടി പോയി കഴിയുമ്പം സഭയ്ക്ക് കർത്താവിന്റെ നാമത്തിന് ദശാംശമൊക്കെ കൊടുക്കണം കേട്ടോ. ഇത്രയും പറഞ്ഞ് ആ അധ്യായം അവിടെ അങ്ങനെ നിർത്തുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒന്നും പറയുന്നു. ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്, വടക്കേണ്ടിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാർ. പരിചയമില്ലാത്തത് സോമിച്ചായനെയായിരിക്കും. പ്രിയ ആശിഷ് സാർ അവർ കുടുംബമായിട്ട് ഇവിടെ ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു സൺഡേയിൽ ആശിഷ് നമുക്ക് നല്ലൊരു മെസ്സേജ് ഒക്കെ തന്നു. ആശിഷിന്റെ പപ്പായാണ് ഞങ്ങൾ സോമിച്ചായൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം ചെറിയാൻ ഉമ്മൻ.
ചെറിയാനും വടക്കേണ്ടിയിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഉന്നതമായൊരു സ്ഥാനത്ത് ശുശ്രൂഷയുടെ ഒരു ഭാഗമായി നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ് പ്രിയ സ്വാമിച്ചായൻ. മേപ്രാൽ സഭയിലെ പ്രിയപ്പെട്ടവരാണ്. കഴിഞ്ഞ 7 വർഷങ്ങൾ അവിടെയുള്ള ദൈവമക്കളുമായിട്ടൊക്കെ ലഭിച്ച കൂട്ടായ്മകളൊക്കെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇന്ന് ഞാൻ കടന്നു വരുവാനായിട്ട് ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് വരുന്നെന്നറിഞ്ഞു. അപ്പോഴേ ഒരു സൺഡേ ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കടന്നു വന്നു. വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്കുകളൊക്കെ ഞാനിവിടെ നിർത്തുകയാണ്. എന്നാലും പാസ്റ്റർമാർക്കൊരു അസുഖം ഉണ്ടല്ലോ, നിർത്തുക എന്ന് പറഞ്ഞു പിന്നെയും പറയുന്നത് ആ അസുഖം ശകലം എനിക്ക് എപ്പോഴും കിടക്കുകയാണ്. 176 വാക്യം ഒന്ന് വായിച്ചു. എന്റെ ദൈവമക്കളെ, ഈ 119 സങ്കീർത്തനം 176 വാക്യം, 176 വാക്യങ്ങളിൽ 2 വാക്യങ്ങൾ ഒഴിച്ച് ബാക്കി 174 ദൈവവചനത്തിന്റെ ഏതെങ്കിലും ഒരു ആസ്പെക്ട് പറയുന്നു. നീണ്ട സങ്കീർത്തനമെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എപ്പോഴും ഒരു പ്രസംഗം എങ്ങനെയാ കൊണ്ട് നിർത്തിയത് എന്നും കൂടെ നമുക്കൊരു ജിജ്ഞാസ ഉളവാക്കുന്ന വിഷയമാണ്. അപ്പൊ ഇങ്ങനെ 174 വാക്യങ്ങളിൽ ദൈവവചനത്തെ കുറിച്ച് ഇങ്ങോട്ട് അതോ 10 പ്രത്യേക പദങ്ങൾ തന്നെയാണ് വചനത്തിന് ഈ 119 സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ പറഞ്ഞ് കൊണ്ടുവന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ഒരു സൂപ്പർ സെയിന്റിന്റെ മട്ടിലല്ല സങ്കീർത്തനക്കാരൻ അവസാനിപ്പിക്കുന്നത്. കാണാതെ പോയ ആടിനെ പോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ. ചിലര് വചന പരിജ്ഞാനം കൂടിക്കൂടി സൂപ്പർ സെയിന്റുകളായിട്ടങ്ങ് മാറും. സാന്റാക്ലോസും കഴിഞ്ഞാണ് സൂപ്പർ സെയിന്റ്. അതിന്റെ അർത്ഥം ആർക്കും അവർ കൈ കൊടുക്കത്തില്ല. എല്ലാവരും പാടുമ്പോൾ അവർ പാടാതിരിക്കും, എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ സ്തോത്രം ചെയ്യത്തില്ല. സൂപ്പർ സെയിന്റ്. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ കണ്ണുകൾ ഇങ്ങനെ പരതി നടന്നുകൊണ്ടിരിക്കും. സൂപ്പർ സെയിന്റ്. ആത്മീകതയിൽ വളർന്നാൽ ഞാൻ തെറ്റിപ്പോയ ഒരാടാണ്. ഐ ആം എ ലോസ്റ്റ് ഷീപ്പ്. ഞാൻ നഷ്ടപ്പെട്ടു പോയ ഒരാടാണ്. ഈ ബോധം നിന്നെ എന്ന് പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി. നമ്മെ ആ വാക്ക് ഞാൻ ഒരക്ഷരം മാറ്റി തിരുത്തുകയാണ്. എന്നിൽ ആ ബോധം എന്ന് നഷ്ടപ്പെടുന്നു അന്ന് എൻ്റെ പരാജയമാണ്. എപ്പോഴും ഓർക്കണം, കാണാതെ പോയ നഷ്ടപ്പെട്ടു പോയ ഒരാടായിരുന്നു. നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലൂക്കോസ് 15 അധ്യായത്തിൽ 3 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം നിങ്ങൾക്കറിയാം, ഔട്ട് ഓഫ് പ്ലേസ്. 100 ആടുണ്ടായിരുന്നു, ഒന്ന് കാണാതെ പോയി, കൂട്ടത്തിൽ ഇല്ല, ഔട്ട് ഓഫ് പ്ലേസ്, അതാ നഷ്ടപ്പെടുക. രണ്ടാമത്തത് ഔട്ട് ഓഫ് സർവീസ്. 10 ദ്രഹ്മ ഒന്ന് കണ്ടില്ല, എവിടെയോ ഉണ്ട്. ഏതെങ്കിലും ഒരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങിച്ചിട്ട് 500 നോട്ട് ഉണ്ടായിരുന്നു, എവിടെയാ വെച്ചെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ വിടുവോ? ഒക്കത്തില്ല. നോട്ടോ നാണയമോ ദ്രഹ്മയോ എവിടെയെങ്കിലും കിടന്നാൽ സർവീസ് ചെയ്യാൻ ഒക്കത്തില്ല. കർത്താവിന് വേണ്ടി ഇന്ന് പ്രയോജനപ്പെടാൻ കഴിയാതെ സഭയുടെ അകത്ത് സഭായോഗത്തിൽ ഒരു മൂലയ്ക്ക് വന്നിരുന്ന് 4 കോട്ടുവാവിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് തള്ളി ഓക്സിജൻ ധാരാളം സ്വീകരിച്ച് ലങ്സ് വികസിപ്പിച്ചിട്ട് പോകുന്ന പരിപാടി മാത്രമേ നമ്മെ കൊണ്ട് നടക്കുന്നുള്ളെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, ഔട്ട് ഓഫ് സർവീസാ. അതിന്റെ പേരാണ് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ നഷ്ടപ്പെടുക. മൂന്നാമത്തത്, what is meant by being lost? It means out of fellowship. വീട്ടിലുണ്ടായിരുന്നു, അപ്പന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അപ്പനോട് ബന്ധമില്ല, വീട്ടിലില്ല, എവിടെയോ ഫെലോഷിപ്പിലില്ല. എന്റെ വാക്ക് നിർത്തുകയാ. എന്റെ ദൈവമേ, ഞാൻ ഒരിക്കൽ ഔട്ട് ഓഫ് പ്ലേസ് ആയിരുന്നു. നീ ആഗ്രഹിച്ച സ്ഥാനത്ത് ഞാൻ ഇല്ലായിരുന്നു. 2, എന്നെ കൊണ്ട് ഒരു പ്രയോജനം അങ്ങേക്കില്ലായിരുന്നു, ഔട്ട് ഓഫ് സർവീസ്. 3, അങ്ങയുടെ നല്ല സ്നേഹവും കരുതലുമുള്ള ആ വീട്ടിൽ നിന്ന് ഞാൻ എത്ര ദൂരെയായിരുന്നു, എന്നെ അന്വേഷിക്കണേ. ഇന്ന് പകൽക്കാലം നമ്മൾ ആരായിരുന്നു എന്നതും മറന്നു പോകരുത് എന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് ഇവിടെ ഇങ്ങനെ നിർത്തുകയാണ്.